ഈ നാടകത്തിന് ശേഷം ഒരു രജിസ്റ്റർ മാരേജായി നമ്മൾ ഈ കല്യാണം നടത്തുന്നു. എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം? നമ്മൾ സംശയിച്ച് ശരിയാടാ. അവളും ചേർന്ന് തന്നെ ചതിക്കായിരുന്നു. നാളത്തെ തെരുവ് നാടൻ കഴിയുമ്പോൾ അവരൊരുമിക്കാൻ പോവാ രജിസ്റ്റർ മാരേജിലൂടെ. അതേടാ, അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം അവര് പറഞ്ഞുറപ്പിക്കുന്ന ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാ. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നെ ചതിച്ചിട്ട് അവനെ ഞാൻ ജീവിക്കാൻ വിടില്ല. യെസ്, ഈ വാശിയാടാ വേണ്ടത്. നാളെ എൻ്റെ കൂടെ തട്ടകത്തിൽ നീയും കയറണം. ബാക്കിയല്ല ഞാൻ പറഞ്ഞുതരാം. തീർത്തേക്കണം പാങ്ങിടം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്തൊട്ടാണ്, ഹാപ്പി അല്ലേ? സുഖല്ലേ? ഇതാട്ടാ നമ്മടെ പുതിയ നായികണ്. ഇവനവളെ കെട്ടാൻ പോണ പയ്യനാ കേട്ടാ. ഇതൊക്കെടിയേ ഇങ്ങോട്ട് വാടാ. നീ എന്നെ വാടകടിയേ. ഇപ്രാവശ്യം നായകൻ നമ്മുടെ ചങ്കനട്ടാ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് റിഹേഴ്സലാണ്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നാളെ തെരുവിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യണം. ജനങ്ങളിലേക്കുള്ളൊരു പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തെരുവ് നാടകം ചെയ്യുന്നത്. ഇന്നത്തെ
വിത്ത് യൂണിഫോമിലുള്ള പെർഫോമൻസിന് എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് ജയിലിൽ നിന്ന് വന്ന നിന്നെ കാണാനല്ല, ഇവർക്ക് വേണ്ടിയാ, ഈ പാവ സ്ത്രീക്ക് വേണ്ടി. ഓ, ഇതാരാണെന്നാവല്ലേ? ഞാൻ അടക്കമുള്ള ഒരുപാട് പെണ്ണുങ്ങളെ ചേർത്ത് ഊഹിച്ച് കഥ ഉണ്ടാക്കിയില്ലേ നീ? അവസാനം നിന്റെ ഈ കൈകൊണ്ട് ഇല്ലാതാക്കിയ ആ നാടകക്കാരനില്ലേ, ആ വലിയ മനുഷ്യന്റെ ഭാര്യയാണിത്. പൈസ കൊടുത്താച്ചില്ലേ? പിന്നെന്താ, എപ്പോഴാ വരുന്നേ? ഇവിടെ കുറച്ച് തിരക്കുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. ഫോൺ ഒന്ന് കട്ട് ചെയ്യ്. എടാ നീ ഒന്ന് സംസാരിക്കും. ഹലോ. എന്താ മോളുടെ മുഖത്തൊരു ടെൻഷൻ? ഈയിടെയായിട്ട് അവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം. എന്റെ ആ പഴയ കബീറേ അല്ല. സാരല്ല, പോട്ടെ. നീ ആരെക്കുറിച്ച് സംശയിച്ചാലും അവനെ സംശയിക്കരുത്. അവനെ എനിക്കറിയാം, നല്ല മോനവൻ. നിന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം ശരിയാകും. ഞാനില്ലേ? ഇവർക്ക് വേണ്ടിയായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കൂടി കഴിയാത്ത ഈ പാവം പെണ്ണിന് വേണ്ടി അദ്ദേഹം ജീവിച്ചത്. സ്വന്തം അനുജത്തിയെ പോലെ കൊണ്ടു നടന്ന എന്നെയും എന്നേക്കാളേറെ സ്നേഹിച്ച നിന്നെയും ഒന്നിച്ചു ചേർക്കാൻ ആഗ്രഹിച്ചതിന്റെ പേരില നമ്മുടെ സന്തോഷം സ്വന്തം സന്തോഷമായി കണ്ടുപോയ കുറ്റത്തിന് ആ മഹാനായ കലാകാരനെ നീ ലോകത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കിയത്. പ്രധാനമായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്കെൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ നാടകമാണ്. നിങ്ങളൊക്കെയാണ് എൻ്റെ ബന്ധുക്കൾ. ഇവിടെ എൻ്റെ ഒരു അനിയത്തി, ഇവളെ നമുക്ക് പരിചയമുള്ള, ഇവൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ കബീറിന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി നിങ്ങളാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടത്. വലിയ ആർഭാടൊന്നും വേണ്ട, നമ്മൾ മാത്രം. ഈ നാടകത്തിന് ശേഷം ഒരു രജിസ്റ്റർ മാരേജായി നമ്മൾ ഈ കല്യാണം നടത്തുന്നു. എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം?
മറുപുറം കാണാതെ ഊഹിച്ചെടുക്കുന്ന മനസ്സിന്റെ വികലമായ ചിന്താഗതികളിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും മനുഷ്യജീവിതങ്ങൾ തകർക്കുന്നത്. ഓർക്കുക, വ്യക്തമായ സത്യങ്ങൾ അറിഞ്ഞിട്ടല്ലാതെ വിലപ്പെട്ട ബന്ധങ്ങളെ